വെൽക്കം ബാക്ക് ടു ഇത് ഞങ്ങളുടെ ഫാമിലി. അപ്പോൾ ഇത് കഴിഞ്ഞ ദിവസം ഞാൻ നർമ്മദയിൽ പോയപ്പോഴത്തേക്കിനും ഇപ്പോൾ ചൂടായതുകൊണ്ട് കോട്ടൻ്റെ ഹാൻഡ്ലൂമിൻ്റെ ഒക്കെ ഒത്തിരി തുണി വന്നിട്ടുണ്ട്. ഇത് സോഫ്റ്റ് കോട്ടായിലുള്ള മെറ്റീരിയലാണ്. പിന്നെ കുർത്തി ടോപ്പൊക്കെ തയ്ക്കാൻ നല്ലതാണ്. പിന്നെ ഇത് മുഴുവൻ ഡയബിൾ മെറ്റീരിയലാണ്. അപ്പോൾ പുതിയത് ഒത്തിരി വന്നിട്ടുണ്ടായിരുന്നു. അന്നേരം ഞാൻ വെറുതെ ഒന്ന് വീഡിയോ എടുത്തതേ ഉള്ളൂ. ഇതെല്ലാം ഡയബിളാണ്. നമുക്ക് ഇഷ്ടമുള്ള കളറിലേക്ക് ആക്കി എടുക്കാമല്ലോ. അപ്പം അതുകൊണ്ട് ഞാൻ വെറുതെ ഒന്ന് വീഡിയോ എടുത്തതേ ഉള്ളൂ. പിന്നെ ഈ പറഞ്ഞ പോലെ എനിക്ക് കുറച്ച് ചക്കക്കുരു കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ചക്കക്കുരു മാങ്ങ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേങ്കിൽ ഇത് ഒരുക്കി എടുക്കുന്ന കാര്യം ഓർക്കുമ്പോഴത്തേക്കിനും ഭയങ്കര മടിയാണ്. അപ്പോൾ കൈ അങ്ങ് വിരലൊക്കെ വല്ലാതായി പോഞ്ഞു. കുറേയൊക്കെ ഞാൻ ചെത്തി, കുറേയൊക്കെ ഞാൻ ഇതേപോലെ ഇങ്ങനെ തൊലിയൊക്കെ കളഞ്ഞ് ഒരു വിധത്തിൽ എടുത്തു. പിന്നെ കാരണം എപ്പോഴും നമുക്ക് ചക്ക കിട്ടത്തില്ലല്ലോ. അപ്പോൾ എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് കൊണ്ട് തന്നതാണ്, ചക്കപ്പഴം തന്നതാണ്. അപ്പോൾ അങ്ങനെ ചക്കക്കുരും കൂടെ കിട്ടി. പിന്നെ അതെല്ലാം അരിഞ്ഞ് ഞാൻ കുക്കറിലിട്ടിട്ടുണ്ട്. അപ്പോൾ കുക്കറിലിട്ട് വേവിക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് വെന്തെടുക്കാമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ ചെറുതാക്കി അരിഞ്ഞിട്ട് ഞാൻ കുക്കറിലിട്ടിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് മുളക് പൊടി ഇട്ടു. പിന്നെ കുറച്ച് മഞ്ഞൾ പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടേച്ച് ഞാൻ വെള്ളം ഒഴിച്ച് പിന്നെ അത് കുക്കറിൽ ഒരു 3 വിസിൽ വരുന്നവരെ ഒന്ന് വേവിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് പിന്നെ ഇതിന് അരപ്പിനുള്ളതെല്ലാം എടുക്കണം. അപ്പം ഞാൻ അരപ്പിന് വേണ്ടിയിട്ട് 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ ഒരു 3 പച്ചമുളക് ഇടുന്നുണ്ട്. പിന്നെ ഒരു 4 അല്ലി വെളുത്തുള്ളി, കുറച്ച് ഉള്ളി, കുറച്ച് ജീരകം, പിന്നെ കുറച്ച് മഞ്ഞൾ പൊടിയും കൂടി ഇട്ടിട്ട് നമുക്കിത് നല്ലപോലെ അരച്ചെടുക്കാം. അപ്പോഴത്തേക്കും നമുക്ക് ദാണ്ടെ ചക്കക്കുരു എല്ലാം വെന്തിരിപ്പുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് മാങ്ങ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിനെയും കുക്കറിൽ വിസിലടുപ്പിക്കേണ്ട, ജസ്റ്റ് ഒന്ന് മൂടി വെച്ചിട്ട് വേറെ പാത്രം കൊണ്ട് മൂടി വെച്ചിട്ട് വേവിച്ചെടുത്തേച്ചാൽ മതി. അപ്പോൾ ഇതെല്ലാം കറക്റ്റ് വെന്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് പിന്നെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കാം. അപ്പോൾ ഇതിപ്പോൾ ഇച്ചിരി നല്ല കുറുകിയായിരിക്കും. കുറച്ച് വെള്ളം കൂടെ നമുക്ക് ഒഴിച്ച് നമുക്ക് കുറച്ചും കൂടെ ഒന്ന് നീട്ടിയെടുക്കാം. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനൊന്ന് കടുക് താളിച്ചൊഴിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കടുക് ഇട്ടു. പിന്നെ കുറച്ച് ഉലുവ, പിന്നെ ഉള്ളി, 2 വറ്റൽമുളകും ഇതത് മൂപ്പിച്ച് ഇതിലേക്ക് ഒഴിച്ചു. ഭയങ്കര ടേസ്റ്റാണ് ചക്കക്കുരു മാങ്ങ. നമുക്ക് വേറെ ഒരു കറിയും വേണ്ട, എന്തെങ്കിലും ഒരു മെഴുക്കുവരട്ടിയും കൂടെ ഒക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ ചക്കക്കുരുവൊക്കെ കിട്ടുന്ന സമയമാണല്ലോ, അന്നേരം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ വൈകിട്ട് ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും നോക്കിയപ്പോൾ നല്ല മഴ, ഭയങ്കര ചൂടായിരുന്നു. കിച്ചണിൽ നിന്ന് നമ്മൾ ഒരു കറിയൊക്കെ വെച്ച് കഴിയുമ്പോഴത്തേക്കിനും കുളിച്ച പോലാകും, അതുപോലെ ചൂടാണ് എനിക്ക്. അപ്പം നല്ല മഴ പെയ്തു. അപ്പം ഞാൻ ബാൽക്കണി തുറന്നിട്ടാണ്, നല്ലപോലെ അകത്തേക്ക് തണുപ്പ് കയറുമല്ലോ കൊണ്ട് തുറന്നിട്ടാണ്. പക്ഷേ ബാൽക്കണി ഫുള്ള് നനയുമായിരുന്നു. അതുപോലെ നല്ല ശക്തമായിട്ടായിരുന്നു മഴ പെയ്തത്. എന്നാലും കുഴപ്പമില്ല, നമുക്കൊന്ന് തണുത്ത് കിട്ടിയല്ലോ, അതുകൊണ്ട് നല്ലൊരു സുഖമായിരുന്നു. ഇനി ഇതുപോലെ നമ്മുടെ സ്റ്റൈൽ യൂണിൽ പോയതാണ് ഞാനും ആരനും കൂടെ. അപ്പോൾ അവിടെ ചെന്നിട്ട് അവനെ എന്ത് കാണിച്ചാലും അവന് ഒന്നും വേണ്ട. അപ്പോൾ പിന്നെ ഞാൻ കാണുന്നതൊക്കെ ഒന്ന് ചുമ്മാ എടുത്ത് നമുക്ക് ഒരു ഇഷ്ടം തോന്നുന്നതൊക്കെ എടുത്തിട്ട് വെറുതെ അവനോട് വേണമെന്ന് ചോദിക്കുന്നതാണ്. അപ്പോൾ അതിനിതൊന്നും വേണ്ട. പക്ഷേങ്കിൽ അഫോർഡബിൾ പ്രൈസേ ഉള്ളൂ. നമുക്ക് പിള്ളേർക്കൊക്കെ ആണെങ്കിലും ഇപ്പോൾ ടീഷർട്ടൊക്കെ ആണെങ്കിലും ഒത്തിരി നാൾ അവരങ്ങനെ യൂസ് ചെയ്യുന്നൊന്നും ഇല്ലല്ലോ, കുറച്ചിട്ടിട്ടൊക്കെ കളയുകയൊക്കെ ചെയ്യുമല്ലോ. അപ്പം പിന്നെ ഈ വിലയുടെതൊക്കെ ഇപ്പോൾ അവർക്കൊന്ന് കളിക്കാൻ പോകാനോ വെറുതെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങാനായിട്ടൊക്കെ ധാരാളമാണ്. 199 ഒക്കെ ഉള്ളൂ ഈ ഒരു ടീഷർട്ടിനൊക്കെ. അത് കഴിഞ്ഞ് ഞങ്ങൾ അപ്സ്റ്റെയറിൽ കയറി. അവിടെ പിള്ളേർക്ക് പറ്റുന്ന നല്ല കമ്മലുമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിതൊക്കെ കാണുമ്പോൾ ഇതിൻ്റെയൊക്കെ വീഡിയോ എടുത്തിട്ട് പിള്ളേർക്ക് അയച്ചു കൊടുക്കും. കാരണം അവർക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെടുവാണെങ്കിൽ പിന്നെ വാങ്ങി ആരെങ്കിലും പോകുമ്പോഴാണെങ്കിലും കൊടുത്ത് വിടാമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് സ്റ്റഡ്സും കുറച്ച് ഹാങ്ങിങ്സും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ എല്ലാം വീഡിയോ ഞാനൊന്ന് എടുത്താണ്. അവർക്ക് ഞാൻ ഫോട്ടോസും എടുത്ത് അയച്ചു കൊടുക്കും, എന്തെങ്കിലും ഇഷ്ടപ്പെട്ടോ എന്ന്.
പിന്നെ ഇപ്പം ചൂട് വരുന്നത് കൊണ്ട് എല്ലാം കോട്ടൻ്റെ ഡ്രസ്സുകളായിരുന്നു. ഒത്തിരി പിള്ളേർക്കൊക്കെ നല്ലതാണ്. ഇങ്ങനെ സ്ലീവ്ലെസ്സിൻ്റെ ഇങ്ങനത്തെ ഫ്രോക്കൊക്കെ ഒത്തിരി ഉണ്ട് കേട്ടോ. ഇതുപോലത്തെ ഫ്രോക്കുകളൊക്കെ നല്ല തുണിയുമാണ്. ഒത്തിരി ഉണ്ട് കേട്ടോ. നല്ല നല്ല കളേഴ്സും നല്ല പ്രിൻസും ഒത്തിരി ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് ജീൻസിൻ്റെ ടോപ്പുകളും ഒക്കെ ഉണ്ട്. എല്ലാം കോട്ടനാണ്. ഈ ചൂടായതുകൊണ്ട് എല്ലാം കോട്ടനാണ് വന്ന് കിടക്കുന്നത്. അപ്പം ഞാനതെല്ലാം കണ്ടപ്പോഴത്തേക്കിനും ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതേ ഉള്ളൂ. അപ്പോൾ താഴെയാണ് ഞങ്ങൾ കയറിയത്. ആരാണ് ടീഷർട്ടൊക്കെ നോക്കാനായിട്ട് കയറിയതാണ് ഞാൻ അന്നേരം. വെറുതെ മുകളിലും കൂടെ ഒന്ന് കയറി. അപ്പം കോട്ടൻ്റെ ആയതും കൊണ്ട് ഞാനെല്ലാം വീഡിയോ എടുത്തതാണ്. പിന്നെ ദാണ്ട് ഒരു കോട്ടായയിൽ ചിക്കൻ കറിയുടെ ഒരെണ്ണമാണ് ബ്ലാക്കും വൈറ്റും കൂടെ കിടക്കുന്നത്. അങ്ങനെ എല്ലാം ഓൾമോസ്റ്റ് എല്ലാം കിടക്കുന്നതെല്ലാം കോട്ടൻ്റെ ആണ്. പിന്നെ ഇപ്പോൾ ചൂടായതും കൊണ്ട് നമുക്ക് ബാക്കിയുള്ള മെറ്റീരിയലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ലൈനിങ്ങും ഒക്കെ വെച്ചിട്ടിടാനായിട്ട് ഭയങ്കര പാടാണ്. അപ്പോൾ ഇത് ഒത്തിരി നല്ലതാണ് കോട്ടൻ്റെ ഇത്. പിന്നെ ഇതാണ്ട് പിള്ളേരുടേത് കൊണ്ട് പിള്ളേരുടെ കളക്ഷൻസും വലിയ കുഴപ്പമില്ലാതെ വലിയ പ്രൈസ് ഇല്ലാതെ അഫോർഡബിൾ പ്രൈസിൽ കുറേ ഉണ്ടായിരുന്നു. ഇതാണ്ട് ഈ റോംബർ പോലത്തേതൊക്കെ ഉണ്ട്. ഒക്കെ നല്ലതാണ് കൊച്ചു പിള്ളേരുടെ ഒക്കെ ഡ്രസ്സുകൾ. അങ്ങനെ ഇതെല്ലാം പിള്ളേർക്കൊക്കെ ഒത്തിരി നല്ലതാണ്. വലിയ പ്രൈസും വരുന്നില്ല. ആ റോംബറിൻ്റെ ഒക്കെ തീരെ പ്രൈസ് കുറവാണ് അതൊക്കെ. അപ്പം ഞാൻ കണ്ടപ്പോഴത്തേക്കിനും അതെല്ലാം ഒന്ന് വീഡിയോ എടുത്തതാണ്. ഓടിച്ചത് അതെല്ലാം കയറിയതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാനങ്ങനെ എടുത്തതാണ്. അപ്പം നല്ലതാണ്. പിള്ളേരതൊക്കെ വില കുറവാണ്. വലിയ വിലയായിട്ടൊന്നും തോന്നിയില്ല. ഇതെല്ലാം കോഡ് സെറ്റ്സ് ആണ്. എനിക്ക് തോന്നുന്നു എല്ലാ സൈസും ഉണ്ട്. XXL, XXL വരെയൊക്കെ കിടപ്പുണ്ട് കോഡ് സെറ്റ്. എല്ലാം നല്ലതാണ്. 999 1200 അങ്ങനെ എന്തൊക്കെയേ ഉള്ളൂ വില. വലിയ വിലയൊന്നുമില്ല. 1100 999 അത്രയൊക്കെ ഉള്ളു വില ഈ കോഡ് സെറ്റ്സ് എല്ലാം നല്ലതാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. അപ്പോൾ എല്ലാത്തിൻ്റെയും വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ ഫ്രോക്ക് നല്ലതാണ് പിള്ളേർക്ക്. എനിക്ക് തോന്നുന്നു റയോൺ മെറ്റീരിയലാണെന്ന് തോന്നുന്നു. പക്ഷേ നല്ല ഭംഗിയുള്ളൊരു ഫ്രോക്കായിരുന്നത്. എൻ്റെ പിള്ളേരൊന്നും ഇങ്ങനെ കയ്യില്ലാത്തൊന്നും ഇപ്പോൾ ഇടാറില്ല. ഇതൊക്കെ കോഡ് സെറ്റ്സ് ആണ്. നല്ലതാണ്. പിന്നെ ഈ സ്റ്റഡിൻ്റെ അവിടെ പോയിട്ട് ഞാൻ വീണ്ടും ഓരോന്നൊക്കെ എടുത്ത് പിള്ളേർക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്താണ്. എല്ലാം നല്ല വെറൈറ്റി ആയിട്ടുള്ള കുറേ പീസസ് ഉണ്ടായിരുന്നു. ഇതെല്ലാം നൈറ്റ് ഡ്രസ്സുകളാണ്. ഗേൾസിൻ്റെയൊക്കെ നല്ല നൈറ്റ് ഡ്രസ്സുകൾ കുറേ ഉണ്ടായിരുന്നു. ഷോർട്ട്സും ഒക്കെ ഉണ്ട്. വലിയ പ്രൈസ് ഇല്ല. പിന്നെ ഞാനും ആരും കൂടെ അവിടെ നിന്ന് ഇറങ്ങി നമ്മുടെ ബാർബിക്യൂവിൽ പോയി ദോശ കഴിക്കാനായിട്ട്. അപ്പോൾ അവിടെ ഞങ്ങൾ ആദ്യം സ്വീറ്റ് കോൺ ചിക്കൻ സൂപ്പ് മേടിച്ചു. പിന്നെന്താണ്, ഞാൻ കോലാപ്പൂരി ദോശയും മേടിച്ചു. ആരൺ ബാർബിക്യൂ ദോശയും വാങ്ങി. ആരൻ്റെ ബാർബിക്യൂ ദോശ ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ അവിടെ നിന്നൊന്നും കുടിക്കാനൊന്നും നിന്നില്ല. അപ്പോൾ വീട്ടിൽ വന്നിട്ട് ഞാനൊരു വെറൈറ്റി ആയിട്ടൊരു ലൈം ജ്യൂസ് ഉണ്ടാക്കി. അപ്പോൾ ഞങ്ങൾക്ക് രണ്ട് ഗ്ലാസ്സിന് വേണ്ടിയിട്ട് ഞാൻ 2 ഗ്ലാസ് തണുത്ത വെള്ളം ഒഴിച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് 2 ലൈം പിഴിഞ്ഞൊഴിച്ചു. പിന്നെ തൊലി കളഞ്ഞിട്ട് ഒരു ചെറിയ പീസ് ബീട്രൂട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഷുഗറും ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നല്ലപോലെ അരിച്ചെടുക്കണം നമുക്ക്. അപ്പം ഞാൻ ഗ്ലാസ്സിലേക്ക് 2-3 പീസ് ഐസ് വീതം ഇട്ടു. പിന്നെ ഞാൻ കസ്കസ് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ മിക്സിയിൽ അടിച്ചത് പിന്നെ അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഒഴിക്കാൻ. നല്ല തണുപ്പോടു കൂടിയാണ് അടിച്ചത്. അപ്പോൾ ഐസും കൂടെ ആകുമ്പോഴത്തേക്കും നല്ല തണുപ്പാണ്. അപ്പോൾ അങ്ങനെ ചെറിയൊരു കളറ് മാറാൻ വേണ്ടിയിട്ടാണ് ബീട്രൂട്ട് ചെയ്തത്. ബീട്രൂട്ടിൻ്റെ ടേസ്റ്റ് ഒന്നും അതിൻ്റെ അകത്ത് വരുന്നേ ഇല്ല. ലൈമിൻ്റെ ടേസ്റ്റ് തന്നെയാണ് വരുന്നത്. നല്ല രുചിയുണ്ട് ഈ ഒരു ജ്യൂസ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് കസ്കസ് ഇഷ്ടമുള്ളവർ ചേർത്തേച്ചാൽ മതി. പിന്നെ ഞാൻ കാരണം കൂടെ നമ്മുടെ വെസ്റ്റ് സൈഡിൽ പോയതാണ്. അപ്പോൾ എവിടെ ചെന്നാലും ഇത് ആരെണ്ണമുണ്ട്. അപ്പോൾ കാണുമ്പോൾ വെറുതെ ഒന്ന് നോക്കുന്നതാണ്. പിന്നെ കുറേ ഈ ഡെക്കോർ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഓരോ പ്രാവശ്യം ചെല്ലുമ്പോഴും പലതരത്തിലുള്ള കാണും. അപ്പോൾ കാണുമ്പോൾ എല്ലാം ഞാൻ ഓരോന്ന് എടുക്കുന്നതാണ്.
നമ്മുടെ ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് ആണ് ഇരിക്കുന്ന എല്ലാം. പിന്നെ കുറേ കോട്ടൻ്റെ പിള്ളേർക്ക് പറ്റിയ ഫ്രോക്കൊക്കെ ഉണ്ടായിരുന്നു. ചൂടായതുകൊണ്ട് എല്ലായിടത്തും കോട്ടൻ്റെ ഡ്രസ്സസ്സാണ് കൂടുതലും ഉള്ളത്. അപ്പോൾ ഗേൾസിനൊക്കെ പറ്റുന്ന നല്ല ടോപ്പൊക്കെ നല്ല രസമുള്ളതുണ്ട്. എല്ലാം കോട്ടനയിലാണ്. ഇതൊക്കെ കുറേ കുർത്തി ടോപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. കോട്ട് സെറ്റ്സും ഉണ്ട്. ഇതൊക്കെ കോട്ട് സെറ്റാണ്. ചുമ്മാ വെറുതെ ഒരു വീഡിയോ എടുത്തതേ ഉള്ളൂ. പിന്നെ അവിടെ നല്ല ചെരുപ്പുണ്ടായിരുന്നു കേട്ടോ. നല്ല സോഫ്റ്റ് ആയിരുന്നു അത് ഇടാനായിട്ട്. എനിക്കൊന്ന് 1499 മറ്റോ ആയിരുന്നു അതിൻ്റെ പ്രൈസ്. പക്ഷേ നല്ല ചെരുപ്പാണ്. അതിൻ്റെ വീഡിയോ കൂടെ എടുത്താണ്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ എല്ലാം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.